ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിനുള്ള അവകാശം നമുക്ക് രണ്ടുപേർക്കുണ്ട്. പിന്നെന്താ? കീർത്തി പോവരുത്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇത്രയും നല്ലൊരു അവസരം നമുക്കിത് കിട്ടാൻ പോകുന്നില്ല. അമ്മ പോവല്ലേ? അമ്മ വിടുന്നുണ്ടോ? ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. നീ കണ്ടോടി, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നും പറഞ്ഞ് നീ എന്നെ കുറ്റം പറയാറില്ലായിരുന്നോ പലപ്പോഴും? പക്ഷേ നിനക്ക് വിധിച്ചത് പരവതാനിലൂടെ നടന്ന് നിന്റെ അടുത്തേക്ക് വരുന്നത് നീ കണ്ടോടി മോളെ. വിശ്വാസമായോ നിനക്കിപ്പോ? വിശ്വാസമായി അമ്മേ. പക്ഷേ ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണം. നടക്കും. അമ്മയില്ലേ നിന്റെ കൂടെ? അവളുടെ പൂജ തെറ്റിയില്ലെങ്കിൽ നമ്മൾ തെറ്റിക്കും. ശിക്ഷ അവൾക്ക് മാത്രമുള്ളതാണ്, നമുക്കല്ലേ. ഇങ്ങോട്ടേക്ക് വന്നേ? വ്രതസമയത്ത് ഇങ്ങോട്ട് വരുന്നത് തെറ്റാന്നറിയില്ലേ? ഞാൻ തന്റെ ഭർത്താവല്ലേ? താൻ കിടക്കുന്നിടത്തേക്ക് വരാൻ എനിക്ക് അവകാശമില്ലേ? എന്തെങ്കിലും സംഭവിച്ച് ഈ വ്രതം മുടങ്ങിയ വ്രതം എടുക്കുന്നവൾക്ക് സർപ്പകോപം ഉണ്ടാവും എന്ന് പറഞ്ഞ അവളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾക്കുള്ള കുഴികുത്തല. നവീൻ പോയിക്കോളൂ. എന്തിനാ ആട്ടി ഓടിക്കുന്ന പോലെ പെരുമാറുന്നത്? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷേ താൻ പോകാൻ പറയുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എന്താ അമ്മ എന്താ അവിടെ നോക്കി നിൽക്കുന്നത്? മിണ്ടലടി. നവീനെ അവൾ കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതിനകത്താണെങ്കിലേ രണ്ടുപേരും തമ്മിലുള്ള പരിശുദ്ധ പ്രേമം നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ടാണോ അമ്മ അതിന് കാവല് നിൽക്കുന്നേ? പിന്നെ കാവല് നിൽക്കാനോ? അവര് പ്രേമിച്ചോട്ടടി. ഏതെങ്കിലും വിധത്തില് ഈ വ്രതം മുടയം കിട്ടിയ അവളുടെ മരണമാ ഓർപ്പിക്കാൻ പോന്നെ. നമുക്കത് പോരെ? അങ്ങനെ ഇപ്പൊ വ്രതം മുടക്കണ്ട. നവീനെ വേറൊരാളുടേതാക്കിയിട്ടാണോ വ്രതം മുടക്കുന്നതും എന്റെ കല്യാണം നടത്താൻ പോകുന്നതും? നവീൻ ഇപ്പൊ തന്നെ ഞാൻ ആ മുറിന്ന് പറഞ്ഞുവിടും. അമ്മ നോക്കിക്കോ. മിണ്ടതടങ്ങിയിരിക്കും. വിട്ടിത്ത് കാണിക്കല്ലേ. വിട്ടിത്തരം കാണിക്കുന്നത് അമ്മേ. വീട്ടില് അടങ്ങിയിരിക്കും അവിടെ. അമ്മ
തൻ്റെ അടുത്തുനിന്ന് പോയി കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. കുറച്ചു നേരം നമുക്ക് സംസാരിച്ചിരിക്കാടോ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യങ്ങൾ? തിരക്ക് പിടിക്കണ്ട. പറയാൻ എനിക്കും ആഗ്രഹമുണ്ട്, കേൾക്കാൻ തനിക്കും ആഗ്രഹമുണ്ട്. അതിനുള്ള അവകാശം നമുക്ക് രണ്ടുപേർക്കുണ്ട്. പിന്നെന്താ? കീർത്തി പോവരുത്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇത്രയും നല്ലൊരു അവസരം നമുക്കിത് കിട്ടാൻ പോകുന്നില്ല. അമ്മ പോവല്ലേ? അമ്മ വിടുന്നുണ്ടോ? ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. വിടില്ല. അമ്മ നീ അത്രയ്ക്കായോ പറഞ്ഞു കേൾക്കാതിരിക്കാൻ? കടിക്കലേ. അച്ഛാ അച്ഛാ അച്ഛ ഒന്ന് എഴുന്നേറ്റ്. അച്ഛ എഴുന്നേക്കാനാ പറഞ്ഞേ. അയ്യോ അയ്യോ പാമ്പ് കൊത്തിയേ, എന്നെ പാമ്പ് കൊത്തിയേ. അയ്യോ പാമ്പേ. പാമ്പല്ല, ഞാനാ. എന്താടി? നവീൻ ഗാഥയുടെ മുറിയിലുണ്ട്. അതിനെന്ത്? അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പോയി കിടന്നുറങ്ങ്, അല്ലാതെ വേറെന്ത് ചെയ്യാ? അച്ഛ എന്റെ നേരെ ഒന്ന് നോക്ക്. നിന്നെയല്ലേ നോയിക്കൊണ്ടിരിക്കുന്നത്? അച്ഛ ഗാഥ വ്രതം എടുത്തിരിക്കല്ലേ, അവളുടെ മുറിയിലേക്ക് നവീൻ പോകാൻ പാടുണ്ടോ? നവീൻ എന്റേതാണെന്നും നവീന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂന്നും അച്ഛനും അമ്മ എന്നോട് പറഞ്ഞത് മറന്നുപോയോ? ഓ, ഇതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് വിടാൻ പാടില്ല. നീ വന്നേ. ആ മുറിയുന്ന അവരെ രണ്ടെണ്ണത്തിനെയും കൈയോടെ പിടികൂടി എല്ലാവരുടെയും മുമ്പിലോട്ട് അങ്ങ് ഇട്ടുകൊടുത്താലേ. അത് തന്നെയാ വേണ്ടത്. വ്രതാനുഷ്ഠാനങ്ങൾക്കിടയില് തറവാടിന്റെ നാശത്തിനുള്ള കാര്യങ്ങൾ അവള് ചെയ്യുന്നെന്ന് എല്ലാവർക്കും മുമ്പിൽ തെളിയിച്ചു കൊടുക്കണം. അച്ഛ വന്നേ. വാ. മോളെ, അപ്പം ഫസ്റ്റ് നൈറ്റ് ഇന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നവീന്റെ മുറിയിൽ വെച്ചാ. മോളിവിടെ നിക്കണേ. ഇത് വെറും സംസാരം മാത്രമല്ല, ആദ്യ രാത്രിക്കുള്ള ഒരുക്കങ്ങൾ തന്നെയാണ്. അവന്റെ മുഖം കണ്ടാലറിയാം. നിർമ്മലേ, ഈ അവസരം കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഗാഥ എന്ന് പറയുന്നവൾ ഇനി പടിക്ക് പുറത്താ. മോളെ കീർത്തി, ഇപ്പൊ തന്നെ എല്ലാരും വിളിച്ചോണ്ട് വരണം. എല്ലാരും കാഴ്ച കാണട്ടെ. ഉദയേട്ടാ, ഉദയൻ ഇവിടുന്ന് മാറരുത്. അവളോ അവനോ പുറത്തു കിടക്കാൻ സമ്മതിക്കരുത്. അത് ഞാൻ ഏറ്റു. നിങ്ങൾ പോയിട്ട് വാ. വാ.